എഫെസ്യ ലേഖനം 4-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വേദഭാഗത്തിൽ നീതീകരിക്കപ്പെട്ട വിശ്വാസി മുൻകാലത്തെ ദുഷിച്ച ജീവിതശൈലി ഉപേക്ഷിച്ച് യേശുവിലെ സത്യം സ്വീകരിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചതുപോലെ പരിവർത്തനാത്മകവും പ്രായോഗികവുമായ ദൈവിക സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് പുറജാതികളിൽ നിന്നും വ്യത്യസ്തരായി ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ദുഷിച്ച ആഗ്രഹങ്ങളും പാപകരമായ ശീലവും വഞ്ചനാപരമായ മുമ്പിലത്തെ നടപ്പും സംബന്ധിച്ച ചതിമോഹങ്ങളിൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണമെന്ന് 22-ാമത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്. മാറ്റം ഉള്ളിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. പക്ഷെ പരിശുദ്ധാത്മാവാണ് മനസ്സിനെ പുതുക്കുന്നത്. നമ്മുടെ രക്ഷകനായ ക്രിസ്തു എന്ന സത്യവുമായി നമ്മുടെ മനസ്സ് യോജിച്ചാൽ അത് സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. ആദമിന് നഷ്ടപ്പെട്ടതും എന്നാൽ കർത്താവ് മടക്കിത്തന്ന മഹത്വത്തിൻ്റെ പുതിയ വസ്ത്രം ധരിക്കുവാൻ നീതീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ക്രിസ്തു എന്ന സത്യം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് പുതിയ നിയമ ജീവിതത്തിൻ്റെ പ്രസക്തി. സത്യത്തിൻ്റെ മൂർത്തിഭാവമായ ക്രിസ്തുവിനെ അറിയുക എന്നത് കേവലം ഒരു ബൗദ്ധിക അറിവല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അറിഞ്ഞ് നാം രൂപാന്തരപ്പെടുകയോ പരിവർത്തനം പ്രാപിക്കുകയോ ചെയ്യണം. ക്രിസ്തുവിനെ അറിയുക എന്നാൽ അവനെ അനുഭവിക്കുക എന്നർത്ഥം. അത് സ്വർഗരാജ്യത്തിലെ വിശുദ്ധ ജീവിതത്തിലും കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയിലും മറ്റ് കൂദാശകളിലും കൂടെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുമായി മനുഷ്യാത്മാവ് സദാ സംസർഗത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പുതുക്കം പ്രാപിക്കുകയും സത്യത്തിൻ്റെ ഫലമായ നീതിയും വിശുദ്ധിയും അനുഭവിക്കുകയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനായി നാം തീരുകയും ചെയ്യും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.